ഒരു ബ്രേക്ക് എടുത്തപ്പോ എന്തോരം മാറാൻ പേര് മന്താപ്പിയാടാ വെൽക്കോടാ അളിയാ ഈ കണ്ടികൾ വന്നിട്ടില്ല ഞാൻ തിരിച്ച് ഗ്യാങ് ഹൗസിൽ പോവേ. ആവശ്യമല്ലേ. എത്ര സമയം കൊടുക്കണടാ? 1:13 പിള്ളേരുടെ ചെയ്യണം പിള്ളേരുടെ അമ്മമാരുടെ 1:30 വരാം. 1:30 കിടിന്ന് ഹലോ ട്യൂബ്ലൈറ്റ് താളം അടിക്കുമ്പോഴേ അറ്റ്ലീസ്റ്റ് ഒന്ന് വന്നിടായിരുന്നു. അവയില്ല അവയില്ല ഞാൻ കോഴിയുടെ ഞാൻ സംസാരിക്കാം. അതിപ്പോ പ്രീ പറഞ്ഞ് ജയിച്ചാന്നെ വന്നാനെ തോറ്റോട്ടല്ലേടാ. ഇല്ല അവയില്ല അവയില്ല അവയില്ല. അല്ലടാ അവനിവിടെ ഒന്ന് തലവനിച്ചേക്കാൻ മടി കാണോടാ അതായിരിക്കും അവന്റെ കാരണടാ. അവൻ തലവനിച്ച് ഇവിടെ നിൽക്കേണ്ട ഗതികേട് വന്നല്ലോടാ. അപ്പൊ അങ്ങനെയൊക്കെ വരൂല. പറയാവോ സിറ്റുവേഷൻ ബ്രോ? നിങ്ങളുടെ കൂട്ടത്തില് കുറച്ചുപേര് നമ്മുടെ കൂട്ടത്തില് റൊസാരിയോ എന്ന് പറഞ്ഞൊരു പയ്യനെ ഹോസ്റ്റ് ചെയ്തെടുത്തായിരുന്നു. അതാണ് സിറ്റുവേഷൻ. അതിന്റെ എന്തിനെടുത്തെന്ന് അറിയത്തില്ല ബ്രോ. അത് പറ റൊസാരിയോ പറഞ്ഞു കാണത്തില്ലേ? പറടാ രമേശ. നിങ്ങളുടെ ഗ്യാങ് അറിയത്തില്ല എന്തോ അല്ല നിങ്ങള് എന്തോ ബോബോയിനെ ഹോസ്റ്റ് എടുത്തേണെന്ന് അങ്ങനെ എന്തൊക്കെയാണ് നമ്മളൊന്നും പറഞ്ഞില്ല ബ്രോ. അല്ലല്ല നമ്മൾ അങ്ങനെ ജീവൻ ചേർത്തില്ല രമേശ. നമുക്കറിയില്ല ബ്രോ നമുക്കറിയില്ല നമുക്കറിയത്തില്ല. നമ്മളങ്ങനെ വിചാരിച്ചിട്ടില്ല. അല്ലണ്ട ഞാൻ സിറ്റുവേഷൻ പറയണ്ട. ഞാൻ പറഞ്ഞു കൊടുക്കണ്ണ. നമ്മളെ കുറച്ച് പയ്യൻ റോബറി അടിക്കാനായിട്ട് ഒരു ഓസ്റ്റേ വേണമായിരുന്നണ്ണ. നമ്മൾ ചേരെ എന്ന് കൺവേണ്ടി എത്തിയ പയ്യന് പറയണം ഞാൻ റോബറി അടിക്കാനൊന്നുമില്ല, ഓസ്റ്റേ എടുക്കാൻ പോലെയാണ്. അതപ്പോ നമുക്ക് ആരെ വേണേലും എടുക്കാമല്ലോ. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ റോബറി എടുക്കാന്നില്ല. അപ്പൊ പറഞ്ഞു നീ കൈ വെക്കണ. അപ്പൊ ഇവൻ ഫിയർ ഒന്നും കാണിക്കുന്നില്ല. ഫിയർ ഒന്നും കാണിക്കാതെ ഇവൻ മാസൊക്കെ അടിച്ച് നടന്നൊക്കെ പോയി. അപ്പോൾ നമ്മള് മറ്റേ മേലോട്ട് വാണിംഗ് ഫയർ കൊടുത്ത് ഇവനെ കൊന്ന്. അത് കഴിഞ്ഞിട്ട് ഇവനെ ഫിയർ പഠിപ്പിക്കാൻ നേരെ എടുത്ത് ഗ്യാങ്ഹൗസിൽ കൊണ്ടുപോയി. വണ്ടി തൊട്ട് എല്ലാം കഴിയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും നീ അടുത്ത് വന്നപ്പോ നമ്മുടെ ഗ്യാങ്ഹൗസിലെ തീട്ടത്തിന്റെ മണമുണ്ട് ഇപ്പോഴും നിനക്ക്. ബോബോയെ എടുത്ത് ഗ്യാങ്ങിലില്ലാത്തോണ്ട് അതൊക്കെ തെറ്റാണ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരിക്കലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വിചാരിക്കല്ലേ. അതല്ലേ തോക്കുമ്പൊക്കെ ഇറങ്ങുമ്പോ അറ്റ്ലീസ്റ്റ് സിറ്റുവേഷൻ എന്താ അറിഞ്ഞിട്ടൊക്കെ ഇറങ്ങുമ്പോ അതൊരു മാന്യതയാണ്. നമുക്കറിയില്ല ബ്രോ. നിങ്ങൾ ഹോസ്റ്റ് എടുത്തത് മാത്രം നമുക്കറിയില്ല. എന്തിനെടുത്തത് അതിനാണ് നമ്മള് റേഡിയോയിൽ കണക്ട് ചെയ്ത് സംസാരിക്കുന്നത്. നിങ്ങളുടെ മറ്റേ കഴിവില്ലാത്ത കൊണയടിച്ചോണ്ട് അവന് നിങ്ങളുടെ കൂട്ടത്തിലെ ജോക്കി തന്നെ റേഡിയോ കേട്ട് പറഞ്ഞു നമ്മൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എടുത്തു അതുകൊണ്ട് നമ്മളും എടുത്തും തിരിച്ചു പറഞ്ഞത് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ അതാണെന്ന് വിചാരിച്ചത്. അല്ലാതെ ഓൾറെഡി പറഞ്ഞു. ഇന്നലെ എന്നെ വിളിച്ചാൽ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തർ ഇതുപോലെ വന്ന് കഴിയല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. മാസമായിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം ബ്രോ. അപ്പം പ്രീവാർ ഡൗൺ അല്ലേ. അപ്പൊ നമ്മള് വാറ് വിളിക്കാനാണ് മീറ്റിംഗ് വിളിച്ചത്. പിന്നെ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കാണോ? അതല്ലേ പ്രീവാർ നമ്മൾ ഡൗൺ ആയി വാറ് വിളിക്കാനാണ് വന്നതെന്ന് പറഞ്ഞത്. ഡ്രേക്ക് സുഖം സുഖം. ഞാൻ മനസ്സിൽ തോന്നില്ലടാ. അതല്ല ഇവ കൂടെ വന്നപ്പോ ഒരു കമ്പ് പോലൊരുത്തരെ കൊണ്ട് നിർത്തിയേക്കുന്നത്. അവൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല, മടി പോലെ അവൻ ചത്തോന്ന് നോക്ക്. എന്താടാ നീ സംസാരിക്കാൻ നിനക്കൊരു യോഗ്യത ഇല്ലല്ലോ. തോറ്റ് തൂറി സംസാരിക്കാനാ. പേര് ബാക്കി നല്ല പേര് എന്റെ പേര് ഡ്യൂക്ക്. എത്ര സീസി വാറ് നമുക്കൊരു 15 മിനിറ്റ് ഒരു ഇപ്പം 1:17 1:33 വിളിക്കാം. ഒരു 32 1:30 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റ് മിനിമം ഓൾറെഡി. പിന്നെ അരമണിക്കൂറുള്ളൂ ബ്രോ. നിങ്ങൾ ഓൺ ദ വേ ഇട്ട് തന്നെ ഒരു അരമണിക്കൂർ കളയും. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് സമയം ഉണ്ടാവില്ല പിന്നെ കളിക്കാൻ. ഓക്കെ ശരി ശരി.
പിന്നെ രമേശേടാ രമേശേടാ അതല്ലല്ല എടാ ട്യൂബ്ലൈറ്റിനോടൊന്ന് പറയണടാ ഇങ്ങനെ ഒരു ഗ്യാങ് കൊണ്ടുപോയത് നല്ലതേ സാരി എടുത്ത് നീയൊക്കെ 30 കൂടെ റോഡിൽ ഇറങ്ങുന്നതാണ് പോയിട്ടാണോ പോയിട്ട് പറയണേ ഡ്യൂക്ക് വിത്ത് 0 സീസ് സിറ്റിയിലെ പ്ലക്കേഷൻ താക്കോലില്ല അണ്ണാ താക്കോലില്ല താക്കോൽ വണ്ടിക്കകത്ത് ഈയൊന്നും അടിക്കാൻ പറ്റില്ല ഗ്യാങ് വണ്ടിയില്ല അത് അറിഞ്ഞൂടെ ഞാൻ വണ്ടിയിലിടാ ഇതൊന്നും അല്ല ഇത് ഏത് വണ്ടിയുടെ താക്കോൽ അവൻ കേടവനടാ അവനറിയാം കൊണച്ചവനറിയാം അവനവിടെ വായി കിട്ടുമെന്നറിയാം ഒരു അക്ഷരം മിണ്ടിയില്ല ഏട്ടാ അതല്ലടാ ഈ രമേശന്റെ ഒക്കെ കണ്ണന്റെ റോള് കഴിഞ്ഞു നീ ഒരു 5 പേരെ കൊല്ലുമ്പോ കൂട്ടത്തിൽ ടീമിൽ ഒരാളെ കൊല്ലും നേർച്ചയാണോ എന്റെ റോള് കഴിഞ്ഞു ഏറ്റവും ലാസ്റ്റ് പിക്ക് ടീമില്ല അതാ എന്റെ റോള് കഴിഞ്ഞില്ല അണ്ണാ മീറ്റിംഗ് സ്റ്റാർ അല്ലടാ അതിന്റെ കഴിഞ്ഞു കഴിഞ്ഞല്ലേ ഡസ്ട്രോ എന്തോന്ന് പ്രാന്തനെ വന്നോണ്ടിരിക്കണ കേട്ടാ എന്നാലും വടിവാളിന്റെ പോലെ ഇന്നവനാണ് ഡ്യൂക്ക് കൊറേ നേരമായിട്ട് ഞാൻ പറയാം മീറ്റിംഗിന് പോകുന്നതിന് മുമ്പേ മീറ്റിംഗിന് പോകണം തിരിച്ചു വരുമ്പോഴേ നിങ്ങൾ ലിസ്റ്റ് ഇട്ടില്ലെന്ന് പറഞ്ഞ ഐ ഡി കാർഡ് പറഞ്ഞ ഇട്ടേക്കല്ലേടാ കണ്ണ എന്താണ് ഈ ട്രടാ മണിയാ ഒരു വീഡിയോ കിട്ടിയില്ല നീല ഹാപ്പി അല്ലേ നീ ഇപ്പൊ എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ചെയ്യാം കണ്ണമോനാ വണ്ടി എനിക്കൊരു രൂപക്കുണ്ട് കണ്ണാപ്പി നിന്റെ ലിസ്റ്റ് വന്നല്ലോടാ സൈഡിൽ കൂടെ എന്താടാ എന്ത് ലിസ്റ്റ് കണ്ണാപ്പിന്ന് ലിസ്റ്റില് ബോബ് ലിസ്റ്റ് ഇട്ടേക്കുന്നത് ബോബ് ഉയ്യോ ദൈവത്തിനല്ലേ അടിച്ചു തന്ന ഒന്ന് പറഞ്ഞോ 2.5 വരെ എക്സ്റ്റൻഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ 2.5 വരെ ഓക്കെ 2 വരെ എക്സ്റ്റൻഷൻ ഉണ്ടാവേ ബോബെ ലിസ്റ്റ് ഒക്കെ ഇട്ടേക്കുന്നുണ്ടല്ലോടാ ഇറങ്ങുവാണോ ബോബെ ഒരു മിനിറ്റ് ഇല്ല ഞാനില്ല നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം ഞാൻ ഈടെ ഗ്രൈറ്റ് പോലും ചെയ്യാതെ കണ്ണാപ്പി എന്നിട്ട് അവരെ മൊത്തം കണ്ടു പോകുന്നത് ട്രോൾസിലോട്ടാ ഏറ്റവും ലാസ്റ്റ് ഇതാണ് ഇതിലേതാ പെട്ടെന്ന് കത്തിച്ചു വിടുവോ വാർഡിക്കായിരുന്നു സ്ത്രീ കണ്ടില്ലല്ലേ നിങ്ങള് സ്ത്രീ കാണാലോ എനിക്ക് ഇല്ല ഇത് ചിലപ്പോ ഇത് അവൻ ചത്ത് കിടന്നപ്പോ ജസ്റ്റ് അവിടുത്തെ ചാറ്റിന്റെ ഒക്കെ അവസ്ഥ എന്താന്ന് എടുത്ത് നോക്കിയായിരിക്കും അത് വിട് ഇത് ചത്ത് കഴിഞ്ഞിട്ടുള്ള സീനല്ലേ അല്ല അതെനിക്കൊന്ന് ഇവൻ സൗണ്ട് കുറയ്ക്കാതെ പെട്ടെന്ന് കിക്ക് എടുത്തപ്പോഴത്തേക്ക് ഇതൊക്കെ ഇത് വിട് ഈ ഒരു വീട് ബാക്കി നോക്കട്ടെ പറഞ്ഞ ഞാൻ ഓൾറെഡി പറഞ്ഞു നീ പറഞ്ഞ കേൾക്കത്തില്ല പറഞ്ഞോ പറ നീ പറഞ്ഞ കേൾക്കത്തില്ല പറഞ്ഞോ മെഡലുള്ളവരും ഓബിയസ് ആക്കണേ തുടങ്ങാം
ഓ ഡിസ്കോഡ് ഡി സി ഓക്കെ 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 അതങ്ങനെ പിന്നെ എന്നല്ലേ അടിക്കുന്നത് ഇത് അല്ലല്ലേ ഇത് ഞാൻ അവിടെ അല്ല ആ എന്തൊരു FPS ലടാ കളിക്കണേ. പിറവേ കത്തലും ഊറും വീട് നീ ഡിസ്കോഡ് നടക്കാം. നോ റേഡിയോ കോൾ DCR ബ്രോ അതാണ് സംഭവം അല്ലേ. ഇവൻ ലൈവ് ഇട്ട് ഇതൊക്കെ എങ്ങനെയാണ് മണ്ടനാണോ ഇവൻ? നീ എന്താ എന്താ സത്യത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇവൻ എന്ത് ലൈവ് ഇട്ട് ഇങ്ങനെ കാണിക്കണം മണ്ടനാണോ ഇവനൊക്കെ? എനിക്ക് മനസ്സിലായില്ല. ഇവനൊക്കെ ലൈവ് ഇട്ട് ഇങ്ങനെ മണ്ടത്തരം കാണിക്കണം. എടാ ഇവരെവിടെ നോക്കിയാലും എന്റെ അണ്ടിക്കുട്ടനെ കണ്ടാ ഒന്ന് കാണിച്ചടാ കുട്ടനെ നിന്റെ കുട്ടനെ എല്ലാരും ഒന്ന് കണ്ടേ. ഇതിൽ ഓണാക്കിയ കാണോന്നളിയാ. എത്ര ഉണ്ട് ഇച്ചിരി ഉള്ളോടാ? എടാ ഹാളിലാണോ ഇട്ടേക്കുന്നതോ മേളില് ഹാളിലാണോ ഇട്ടേക്കുന്നതോ താഴെയോ? എടാ ഇച്ചിരി വലുതാ. ആണോ? എടാ എന്താണേലും എടാ ടൈലില് നടക്കുമ്പോഴത്തേക്ക് അതിന് ഇത് വരുവേ. ആഹാ ഫ്രഷ്. ആ കാണിക്ക് പട്ടിയെ കാണിക്ക് അണ്ടിയെ കണ്ടോ? ഇതിന്റെ മുഖത്ത് നോക്കിട്ട് നീ എങ്ങനെയാണ് അണ്ടിക്കുട്ടൻ പേരിട്ടത്? കുളിപ്പിക്കാൻ കൊടുത്താ? കുളിപ്പിച്ചു ഞാൻ തന്നെ PS സോപ്പിട്ട്. സൂപ്പർ സൂപ്പർ. എടാ കൊള്ളാടാ, നല്ല രസമുണ്ടാ. എനിക്ക് പക്ഷെ ഇങ്ങനത്തെ പട്ടി ഇഷ്ടമല്ല. ഇഷ്ടപ്പെടണ്ട. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമല്ല. ആ വേളിയാ ഇത് വേണം, POV വേണം. ഓക്കെ ടിവിയുടെ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. TV ഏബിൾ ജോസഫ്, അലക്സ് ടൂർ ആൻഡ് മോബിയാണ് ഈ ഒരു ഏരിയയിൽ ഫയർ ചെയ്യുന്നത്. ഓക്കെ നേരെ പിച്ചിങ്ങിലേക്ക് വരുന്നു. ഇവിടെ കുത്താൻ നല്ലൊരു ചാൻസ് കാണുന്നു. ഓ സെറ്റ് തട്ടി ഇവിടെ കുത്തി. ഓക്കെ ജുഗ്രു വീണ്, അവിടുന്ന് 3 പേര് വീണ്, അവിടുന്ന് 4 പേര് വീണ്. മറ്റേ വീഡിയം ഹോൾഡ് വന്നതിന് ശേഷം ആരും ഡൗൺ ആയിട്ടില്ലല്ലോ, അതിന് മുന്നല്ലോ. ഓക്കെ ഹോൾഡ് ആയോ? പിന്നെ ആഫ്രിക്കക്കാരന്റെ പിക്ക് എവിടുന്ന് കിട്ടിയടാ? ഞാൻ 5 വട്ടം ചോദിച്ചു. ഇനി എന്റെ വണ്ടി മനസ്സിലായി. സംശയമില്ല, ഞാൻ തിന്നാറില്ല. ഞാൻ ഭയങ്കര ഒക്കേഷനിലെ ലേസ് ഒക്കെ തിന്നുന്നത്. ലേസും സോഫ്റ്റ് ഡ്രിങ്ക്സും രണ്ടും ഞാൻ മറ്റേ മിയാക്കലിയുടെ സണ്ണി ലിയോന്റെയും ഇത് എന്തിനു പറയുന്ന മറ്റേ തമാശ പറയുവേ, അത് കണ്ണാപ്പി നീ ഇപ്പം മിണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഹോൾഡിന്റെ അനൗൺസ്മെന്റ് ഇത് നോക്കിട്ട് അതെ അതില് നോക്കിയിട്ടുള്ളതിലാണ് ഒരാള് മാത്രമേ ഡൗൺ ഉള്ളൂ, ബാക്കി രണ്ടുപേരും. അല്ലല്ല എന്റെ വീട് ഞാൻ ഒരാളെ കൊല്ലുന്നില്ല. ഒരാളാണ് ഡൗൺ. ഇവിടെ ഈ കിടന്ന പ്ലെയർ ഇല്ല, ഏത് പ്ലെയർ ഇവിടെ കിടന്നിരുന്നു. ആള് മാത്രമേ ഡൗൺ ഉള്ളൂ, ആള് മാത്രമേ അതാ പറയുന്നത്. അല്ലല്ല വെരിഫൈഡ് മൂവി നമ്മൾ അഡ്മി POV നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇല്ല അതിലെന്താന്ന് വെച്ചാല് അഡ്മി POV ആണോ നോക്കാം. അതായത് ബ്രോ എത്ര ഉള്ളൂ, അതായത് അനൗൺസ്മെന്റും നമുക്ക് ഗിൽഫീഡ് ഒരുമിച്ച് കാണാൻ പറ്റും. നമുക്ക് ഗിൽഫീഡ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ അത് നോക്കിയിട്ടാണ് കൺസിഡർ ചെയ്യാം. പ്ലേയേഴ്സിന്റെ POV അല്ല. ഈ മറ്റേ ഇപ്പൊ 3 പേര് ഡൗൺ ആയാല് അല്ല 4 പേരാണ് ഡൗൺ ആയതിൽ, അതിലൊരാള് വീഡിയോ, 2 പേര് ഹോൾഡിന് ശേഷമാണ്, ഒരാൾ മാത്രം ഡൗൺ ഉള്ളൂ. ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് ഒരാൾ ഡൗൺ ഉണ്ട്. ഓക്കെ 2 പേരെ GR അടിച്ചില്ലേ? നീ ഹീലേടാ. ഇവന്മാർ ആരും നീ പാടൂന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലടാ നല്ലോലെ. അത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പാടി കൊടുക്കാൻ പറ്റില്ലേ? പറ്റും. 13 പേരെ
അടിമഴ വരും. കോച്ച് അവിടെ നിന്നുറങ്ങി തോന്നുന്നു. 20 പേര് ഇതിലുണ്ടാവും. കോച്ച് നിന്നുറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഓൺ ദ സ്പോട്ട് ചത്തില്ലേ. ദിനം ഇല്ല അത് കുട്ടിക്ക് മനസ്സിലായില്ല. റസാരിയ എടാ റസാരിയ നിങ്ങൾ ആ ബിൽഡിങ്ങിന്റെ അവിടെ പോക്ക്. ആ ബിൽഡിംഗ് ആ റെഡ് ബിൽഡിങ്ങില് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുള്ള ഏതാണ് ഈ പച്ചപ്പുൽച്ചാടി? മനസ്സിലായില്ല. ഓൺഗോയിങ്ങില് അടിക്കുന്നത് ഓക്കെടാ. എന്തോരു തലവേദനയാണ് ഈ അഡ്മിൻ കളിക്കുന്നേ. സത്യല്ലേ? ഓ ഞാനാണെങ്കിൽ തലവേദന. ഇവര് ടയർ ഇങ്ങനെയാണോ? എല്ലാ ടയറും ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് ടയറാണോ? ഇത് ടയറാ? അത് ടയറൊന്നും പൊട്ടിയതാന്ന് തോന്നുന്നു. എല്ലാം പൊട്ടിയതെന്ന് തോന്നുന്നു. ഇതിട്ടാണോ ഇതില് പറഞ്ഞോ. ആ എന്താ അത് ഇന്റൻഷ്യൽ ആണെങ്കിൽ മാത്രം നമ്മൾ നോക്കാറുള്ളൂ. അതായത് ഇന്റൻഷ്യൽ വീഡിയോ ആണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഫ്രണ്ടിന്ന് അടിച്ച ഫ്രണ്ടിന്ന് അടിച്ച പൊട്ടില്ല. അത് നോക്കാം. അതിപ്പോ അപ്രൂവ്ഡ് വെഹിക്കിൾ ആയിരുന്നു അവർക്ക് ഓൺഗോയിങ്ങിൽ യൂസ് ചെയ്യാം. ഓക്കെ മര്യാദയോടെ സംസാരിക്കുന്നത്. ഇങ്ങനെ വേണം. എല്ലാം കൊണക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഞാൻ നോക്കി ഓൾറെഡി ഡൗൺ ആയിട്ടാണ് പിന്നെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് വന്നത്. കിൽഫീഡും അങ്ങനെ തന്നെയാ. സൗണ്ട് ഉണ്ടാക്കിയേ. ഡെവിൻ എസ്കോബാർ ഇവിടെ മേലെ വന്നിട്ടുണ്ട്. അവർക്കാണ് നമ്മൾ അടിക്കേണ്ടത്. ഇതിപ്പോ നമ്മളെ അവരെ പോയിട്ട് രണ്ടുപേര് ഡൗൺ ആണ് ഇവിടെ. രണ്ടുപേര് ഡൗൺ. ഓക്കെ ബാക്കി വെഹിക്കിൾസ് എല്ലാം വന്നിട്ടുണ്ട്. ബട്ട് അവർ ആ ഏരിയയിൽ കുത്താൻ സമ്മതിക്കാതെ ടിവിയെ രണ്ടുപേര് ഡൗൺ ആക്കി. നമ്മളോ ആ വണ്ടി കിട്ടിയെന്നോ 509 രണ്ടുപേര് ഡൗൺ ആയിരിക്കുന്നു അവിടെ. ഇപ്പൊ കറന്റ് എന്നൊരു കൗണ്ടിലേക്ക് മാറിയിരിക്കുന്നു. വീണ്ടും റിപ്പയർ ആശി അവിടെ ഇറങ്ങിയിരിക്കുന്നു. ആശി അവിടെ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. നീല അവിടെ ബാക്കിൽ. ഓ ആശി കണ്ടില്ലേ? ആശി ഹെൽത്ത് മാത്രമുള്ള ആശി. ഓക്കെ മോബി അവിടെ ഇവിടെ ഈ ഒരു റിഡ്ജിലാണ് കൊണ്ട് കുത്തിയിട്ടുള്ളത്. ഓക്കെ ടിവിയുടെ ആ ഒരു വെഹിക്കിളിന് കിട്ടിയ ഡാമേജ് എന്ന് പറയുന്നത് നല്ലൊരു ഡാമേജ് ആണ് ആ ഒരു വെഹിക്കിളിന് കിട്ടിയിരിക്കുന്നത്. ആ ഒരു വെഹിക്കിള് ലീവ് ആയിട്ടുണ്ട്. ഓക്കെ സെറ്റ് 30 ഓൺ ഫുട്ടില് ആ ഒരു ഏരിയക്ക് ഓടി കയറുന്നുണ്ട്. ഓൺ ഫുട്ടിൽ ഓടി കയറുന്നു. ടിവി പരുന്തുവാസം അവിടെ കത്തിപ്പോയിട്ടുണ്ട്. സെറ്റ് 30 ഓൺ ഫുട്ടിൽ ഓടി കയറുന്നുണ്ട്. ഓക്കെ ബാക്കപ്പ് ആയിട്ടും 2 വണ്ടി അവിടെ കളിക്കുന്നുണ്ട്. 2 പേര് ബാക്കപ്പ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ കറന്റ്ലി 11 പ്ലേയേഴ്സ് ആണ് ബാക്കിയുള്ളത്. സെറ്റ് 11 14 ഇവ പരുന്തുവാസം ഇവിടെ കത്തിപ്പോയിട്ടുണ്ട്. ഹലോ വീഡിയോ ഇത് എന്തോ ആടാ ഇത് മൂവിയാണ് കേട്ടെ. ആരത് വീഡിയോ ചെയ്തേ? ഹലോ അമ്മ ബോബിനെ വണ്ടി ഇടിച്ചേ അവരുടെ സൈഡിൽ നിന്നാണോ? വണ്ടി ഇടിച്ചടാ. വണ്ടി ഇടിച്ചടാ. എന്ത് ചെയ്യും? വണ്ടി ഇടിച്ചടാ. എന്ത് ചെയ്യൂടാ? പക്ഷെ സാവേജ് ഇന്ന് പാവാന്നല്ലടാ. സാവേജ് ഡീമണാടാ അതിനകത്ത് ഏറ്റവും പാവം. അല്ല സാവേജ് സ്നൈപ്പേഴ്സിൽ പോയിട്ട് മെസ്സേജ് ചെയ്ത് വാറ്റണ്ണന്റെ വീഡിയോ എവിടെയാന്ന്. എന്ത് വീഡിയോ? അതൊക്കെ എവിടെ കട്ട്സ് എവിടെ ചോദിക്കാരും വേണ്ട ഇവിടെ
എന്നിട്ട് ഡീമടെ പാവം ഏതായാലും ഒരു റെസ്റ്റോറന്റിൽ കൊണ്ടുപോയിട്ട് അവന് കുറെ ഫുഡ് വാങ്ങിച്ചു കൊടുത്തിരുന്ന എടാ അവൻ കഴിക്കുന്ന കാണുമ്പോ നമുക്ക് വേറെ അറിയും. എന്താ അതാ എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടോ? അപ്പൊ ഒരു അപ്പൊ മാറ്റണ്ട. കണ്ണാപ്പി, ഞാൻ പറഞ്ഞ കേട്ടില്ലേ ഇല്ല ഡീമൻ കഴിച്ചിട്ട് ജോക്കയുടെ വായിലോട്ട് തുപ്പി തരുമോ? അയ്യേ എടാ എന്ത് തേർഡ് റേറ്റ് എടാ എന്ത് തേർഡ് റേറ്റ് തമാശയാടാ പറയുന്നേ. അത് ഞാൻ കൂടെ അതില് നല്ല നീ ഉണ്ടായിരുന്നു. കൂടെയൊക്കെ നീ വാ തുറന്നിട്ടാ അല്ലല്ല അതില് നല്ല ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ദീപിനെ വീട്ടിൽ തീറ്റിച്ചത്. എങ്ങനെ ഇതാക്കണം 2 വീഡിയോ ആയി. ഒരു വീഡിയോ കൂടി വന്നു കഴിഞ്ഞാൽ അവരോട് പറയും ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ബാക്കി 2 ഒരു കാര്യം ചെയ്യാം. ഇവരെ അവിടത്തെ മലയുടെ ആയിരിക്കും കേട്ടോ ടിവിനെ. ഓക്കെ എടാ ഇവന്റെ ഗോകുന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള രീതിക്ക് ഇട്ട് കൊടുക്കരുത്. നീ ഒരു കാര്യം ചെയ്യ്. വീട്ടുകാർക്ക് അറിയാം UK പോയിട്ട് എന്താ റീഗ്രൂപ്പ് ചെയ്യാൻ പറഞ്ഞു. ലേറ്റ് ആയിട്ട് അതിലെ കത്തി ഒരുത്തരെങ്കിലും ചിരിച്ചല്ലോടാ. ഓൾറെഡി സംസാരിച്ചു. നിങ്ങളുടെ ഫെക്സർ എല്ലാം വന്നായിരുന്നു. ആ ഡൗൺ ആയി. നല്ലായിരുന്നു പക്ഷെ കേട്ടില്ല അവൻ. നിങ്ങളെ 600 ബാക്കിൽ ആ ഓക്കെ അവർ 6 വെഹിക്കിൾ ഇവിടെ റീഗ്രൂപ്പ് ചെയ്യാൻ ഇത് എന്ത് പാടാ ഇത് എന്ത് പാ ഇത് പനിയൊന്നും മാറിയായിരുന്നു. മക്കളെ നിങ്ങളെ ഉറക്കം വരുന്ന മാർഗം അവര് എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറ. 3-0 സ്പെയിൻ 3 അടിച്ചോ? എന്താ ഒരു 10 മിനിറ്റ് എക്സ്ട്രാക്ഷൻ ഉണ്ടാവും. ഫുൾ സ്ക്രീൻ ഒക്കെ ഇടാൻ കഴിയും. അവര് മാത്രം. അതായത് ഇപ്പൊ 2:30 ആണെന്നുണ്ടെങ്കിൽ ഫുൾ സ്ക്രീൻ ആണോ? 40. അതെ 45 40 42. അതെ പിന്നെ ഓൾറെഡി 2 ഓൾറെഡി 2 വീഡിയോ ആയി. 4 വീഡിയോ വരെ ഹോൾഡ് വരുത്തും. 4ാമത്തെ വീഡിയോ വരുന്നതോട് കൂടി നമ്മൾ സർവർ സൈഡിൽ നിന്ന് എൻഡ് ചെയ്തോ സിറ്റുവേഷൻ. ഓക്കെ പിന്നെ അങ്ങനെയല്ല മൊത്തം വീഡിയോ കൺസിഡർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് 10 മിനിറ്റ് ആണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത് കേട്ടോ. 40 വരെ. കോച്ചിനെ അങ്ങ് ഊളയാക്കിട്ട് അപ്പുറത്ത് പോയി. അതെ ഓൾറെഡി 2 വീഡിയോ സർവർ സൈഡിൽ പിന്നെ 10 മിനിറ്റ് ആണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ വാറ്റന്റെ പേര് വരാനുള്ള കാര്യം അല്ലല്ല അത് കേട്ടില്ലേ? ഗോകുന്ന് എങ്ങനെ പേരിട്ടെന്ന് അറിയാവോ? എന്തായാലും എന്റെ പേര് കണ്ണാപ്പിന്നല്ലോ. അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ല അണ്ണു പറഞ്ഞു. എന്തായാലും ജോക്കർ കോമാളി നിന്ന് പേരിട്ടുണ്ട്. അല്ലടാ ഗോകുന്ന് പേരിട്ടതേ ഞാൻ പറഞ്ഞല്ല. അമ്പത്തൂര് പറഞ്ഞ ഗോകുന്ന് പേരിട്ടിട്ടെ UK പോയിട്ട് ഞാൻ കേട്ടോണ്ടിരുന്ന ആരാ പറഞ്ഞത്? ഞാൻ കേട്ടു. കേട്ടോ നീ പിന്നെ കേട്ടില്ലാന്ന് പറഞ്ഞു. അതെ റെഡി ഇതാണത്. നീ എല്ലായിടത്തും പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നീ രണ്ടുപേർത്തും? നല്ലതെന്ന് പറഞ്ഞിട്ട് ഇവന്റെ അല്ല ഞാൻ നമ്മൾ ആക്ഷൻ നോക്കണം. അതല്ലാണ്ട് ഞാൻ പറയുന്നത് ഇന്റൻഷ്യലി എന്താ പറയാ ഇത് ഇങ്ങനെ ഹോൾഡ് ആക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന സംഭവല്ലേ. അതിനാണ് നമ്മൾ പറയുന്ന ഈ ഒരു സംഭവം. കുത്തുന്നു അത് അവരോടൊന്ന് പറഞ്ഞു വെച്ചാൽ അവര് വീഡിയോ കുറയ്ക്കത്തുള്ളൂ. മനസ്സിലായോ? അതല്ലാണ്ട് നമ്മൾ അങ്ങനെ എല്ലാ സിറ്റുവേഷനും ഹോൾഡ് ചെയ്ത് സിറ്റുവേഷൻ എൻഡ് ചെയ്ത് വിടാറില്ല. നമ്മൾ ജസ്റ്റ് അവരോടൊന്ന് പറഞ്ഞു വെക്കുന്നതായി ശ്രദ്ധിച്ച് കളിക്കും. മനസ്സിലായി? അഡ്മിൻ പറയുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ കള്ളം പറഞ്ഞാന്ന് അത്യാവശ്യം ഡൗൺ ഉണ്ട് ഇപ്പൊ. പക്ഷേ നമുക്ക് അഡ്വാൻറ്റേജ് എന്തായാലും നമുക്കാണ്. ഇപ്പൊ കൗണ്ട് വരുന്നത് സെറ്റ് 30 സൈഡ് 11 പേര്, TVS സൈഡ് 14 ആണ്. 14 അപ്ഡേറ്റ് ഉണ്ട്. ഒന്ന് കണ്ടില്ല നമ്മള്. പേഴ്സണൽ ഏതാണ്ട് ഏത് നമ്പര്? എന്റെ 2 ഫോണും ഇല്ല ഇപ്പൊ. നീ അയച്ചിട്ടേ ആരാ
എന്തേ ഓക്കെ ടി വി സൈഡിൽ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ടി വി സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സെറ്റ് ഇറങ്ങിയിട്ടുണ്ട്. സെറ്റ് ഓൺ ഫുട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. സെറ്റ് ഓക്കെ സെറ്റ് ഓൺ ഫുട്ട് ഇറങ്ങിയിരിക്കുന്നു. പരുന്തുവാസിന് നല്ലൊരു ടാഗ് വന്നിട്ടുണ്ട്. സെറ്റ് റൈറ്റിൽ കൂടെ ഓടി കയറുന്നുണ്ട്. ഓക്കെ ബാലൻ കെ നായറിന് നല്ലൊരു ടാഗ് ഒരു ടാഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ടി വി ഒക്കെ ഇറങ്ങി വരുന്നു. പരുന്തുവാസിന് ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ആയി പോയിട്ടുണ്ട്. പരുന്തുവാസ് ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ്. നോക്കിയേ ലാല സൽമാൻക്ക് ഒരു പിക്ക് എടുത്ത്, നീലകണ്ഠൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. പരുന്തുവാസ് ഡൗൺ ആയിരിക്കുന്നു. ഓക്കെ നീല അവിടെ ഒരു പിക്ക്, ഇറ്റാച്ച് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ലാല സൽമാൻക്കാരുടെ രണ്ടാമത്തെ പിക്ക്, നീലകണ്ഠൻ ബാലൻ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ ഫെക്സർ അവിടെ ഒരു പിക്ക്, ഷാഡ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. LX അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ അലക്സ് ഡുവോർ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. സാവേജ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. സാവേജിന്റെ രണ്ടാമത്തെ പിക്ക്. ഓക്കെ നീലകണ്ഠന്റെ മൂന്നാമത്തെ പിക്ക്. ഐ തിങ്ക് സെറ്റ് 30 ഓൾ ഡൗൺ ആയോ. ഓക്കെ ഡെസ്ട്രോ ഫെക്സറിനെ ഡൗൺ ആക്കി. ഇതൊക്കെ എന്തായാലും ജയിക്കും അറിയാം. അതൊന്നും അല്ല ബാക്കു. എടാ അതല്ല ഇതെന്തുവാടാ ഇവന് പറ്റിയ എന്തോ ഈഗിളിന് പറ്റിയ എന്തോ അവന് കണ്ണ് കയ്യോന്നില്ല തോന്നുന്നു. ആ കണ്ണു അല്ല പിന്നെ കണ്ണു പിടിക്കാതെ ഓടത്തില്ലല്ലോ. എടാ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ജയിക്കുമെന്ന് അറിയാവുന്ന സാധനങ്ങളാ ഇതൊക്കെ. അങ്ങനെ 1 മണിക്കൂർ നമുക്ക് ഇത് ഇത്ര നീട്ടി തന്നതിന് നന്ദി. നമ്മള് ഉണ്ണാക്കാനായി പോയനെ. എടാ സീരിയസ്ലി ഉണ്ടല്ലോ. എടാ GG കിട്ടും മറ്റേ കൂൾ ഡൗൺ അടിച്ചോ. ഞാൻ ഇത് ചെയർ മേടിക്കാം. സീരിയസ്ലി ഈ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. വായിക്കാളോ ഇതോട്ടൊരു ബന്ധമില്ലല്ലോ അണ്ണാ. അതാതെ കഷ്ടം അടിച്ച മെസ്സിനെ. അയ്യോ 446 വായത്താളെ പത്രം ഉള്ളല്ലോടാ. എന്നാലും ഇവന്മാരിച്ച് അധികമായിരുന്നടാ. ഉമ്മച്ചി അധികം വായത്താളായിരുന്നു. ഇത്ര മെസ്സി പുതിയ വണ്ടി പറഞ്ഞ എടാ നാളെ പോയിട്ട് ഐകളിട്ട ഷൂസ് ഇടണോടാ. വാസോട്ട് ശരീരം കാണുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ഷൂ വെയിറ്റ് ഇനി ഇത് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് വിഷയമായിരുന്നു കേട്ടോ. ആ സത്യല്ലേ ഇത് കറക്റ്റ് പിറകിൽ അടി വന്നു. ഈഗിള് മറ്റേ ആ കാല ആ എടാ ബാല ഫുഡ് ചെയ്ത് നിനക്ക് എന്താ പറ്റിയാടാ? കണ്ണു വരാന്നില്ലേ? കണ്ണു വരാന്നില്ലേ? കൊച്ചുള്ളവരോട് ഞാനും പാലിന് പാസ്വേഡിന്റെ കൂടെ ഓടി. ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയെ നോക്കോടെ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയോ ചോക്കി. ഇവിടെ ഇറങ്ങിപ്പോയി. ഓക്കെ എന്നാലും ഞാൻ ഇമാരെ അടിക്കും. ഓടുന്ന വണ്ടി അടിക്കുക. അപ്പൊ ഞാൻ കണ്ടു ഇവിടുന്ന് കണ്ടു ഒരു പട അപ്പോഴേ ഓടി. അന്നേരം തന്നെ എനിക്ക് കിട്ടിയേ. അവിടുന്ന് കിട്ടിയേ. നോക്കണേ റീഫ്രഷ് അടിച്ച് അവിടുന്ന് കിട്ടി രണ്ടെണ്ണം. എന്റെ അണ്ണ സ്വന്തം ജീവൻ രക്ഷിച്ചപ്പോ അണ്ണ ഞാൻ ശ്രദ്ധിക്കാൻ മറന്നു. ഞാനത് ആലോചിച്ചു തോക്കില്ല ഓടുന്നത്. ജോക്കി തോക്കില്ലാത്തല്ല റീഫ്രഷ് മനസ്സിലായി റീഫ്രഷ് ചെയ്ത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നീ എടുത്ത് പിക്ക്. ഓ ഡിങ്ക് കിട്ടിയടാ. അതാണ് എണ്ണ ഡിങ്കി എടുക്കാം. 1-2 നീ പക്കാ ബെയിറ്റ് ആയിരുന്നു മനസ്സിലായാ. ഞാൻ അതിനേക്കാൾ വലിയൊരു വെയിറ്റ് ആയിരുന്നു ഇവിടെ. ബാലവിടെ നിന്ന് എന്തായാലും അടിക്കാം. നിങ്ങളെല്ലാം സൈലന്റ് ആയിട്ട് നിന്ന് കേട്ടെ. ആരും സംസാരിക്കില്ല ഇത് കേട്ടാണേ. ഒരു മിനിറ്റ് സൈലന്റ് ആയിട്ട് കേൾക്കണേ.
ഷോട്ട് കിട്ടി ഓണം. അപ്പൊ തന്നെ മുഖത്തൊരടി. ഇല്ലടാ അത് അവന്മാർ കാണാടാ, എനിക്കാനുള്ള സമയമില്ല. റീഫ്രഷ് അടിക്കുമ്പോ ഒരു സെക്കൻഡ് നിക്കുവല്ലോ, ആ സമയത്ത് ഓൾറെഡി അവന്മാര് ബാക്കിൽ എത്തി. നാളെ വിറ്റ് ഷൂ ഒന്ന് കരഞ്ഞുകൂടിയില്ല ഓടുന്ന നോക്ക്. എനിക്ക് എന്റെ മരണം ഉറപ്പായടാ. ഞാൻ ഏറ്റവും ലാസ്റ്റ് എനിക്ക് എന്റെ മരണം ഉറപ്പായി. സത്യം കേട്ടോ, എനിക്ക് അതുപോലെ തോന്നി. എന്തായാലും ചാവുന്ന ഉറപ്പായി. നീ ട്രൈ പോലും ചെയ്തില്ല. സൂക്ഷിച്ചു നോക്കിയാ ഓരോ വളവിനും കിട്ടും എനിക്ക്. ഇങ്ങനെ ചാവുന്നതിലും ഭേദം ഒരുത്തിൽ അവിടെ അടി കൊടുത്ത് ചെത്താ മതിയായിരുന്നു. 1 2 3 അവിടെ രണ്ടാമത്തെ കവർ കിട്ടി. 3 കിട്ടി. 4 5 അല്ല എന്താ നോക്കിയോളെ, ഒരുത്ത കാട് വേണ്ടി ഇവരെ ഈ ഡോർ അടച്ചിട്ടൂടെ പോയി കിടന്നു. നല്ലോണം ബ്രാഗി കാണുന്നെ. എത്ര ഡിലേ ആയിരുന്നു മറ്റേമാര്. ജോക്കി എനിക്ക് ഇത് മാത്രം കാണിച്ചിട്ടേ പോയി കിടന്ന് ഉറങ്ങി. എനിക്ക് നാണക്കേടാ ജോക്കി. എനിക്ക് ഒരു ഇവിടെ കാണിക്കാണ്ട് ജോക്കി. അതിനൊക്കെ പിക്ക് ഉണ്ടായിരുന്നല്ലേ. അതാരോ നക്കിക്കൊണ്ട് പോയത്, കണ്ണാപ്പിയെ കൊണ്ടുപോയത്. ഇതിനായ കൊണ്ടു ഇത് ഞാൻ കൊടുക്കും അവന്. ഉണ്ടായിരുന്നു. ബാലന്റെ POV ബാലന്റെ ലൈവ് കാണിക്കൂടാ. ബാക്കിയുള്ളവരുടെ ലൈവ് കാണിക്കാം, അവരോട് ലൈവ് കാണിക്കാം. ലൈവില്ലാത്തോണ്ട് ഇവിടെ കാണിച്ചു. ബാക്കി POV എല്ലാവരും ലൈവിൽ കാണിക്കും. എടാ എല്ലാരും വെൽ പ്ലേഡ്. ലൈവിലുണ്ട്. വായി കുടകറങ്ങിയത്. ഇതേ